പർപ്പസ്ഫുള്ളി അങ്ങനെ പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ഇത്രയും വലിയൊരു ഇതിലേക്ക് പിന്നീട് ഞാൻ നോക്കി കഴിയുമ്പോൾ വേറെ പലരും പറയുന്നു ഓഡിയോസ് വരുന്നു, എന്തൊക്കെയോ ഓഡിയോ വരുന്നു. പക്ഷെ എനിക്ക് അതിനകത്ത് ഒരു സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു നിമിത്തമായി കുറേ എനിക്ക് അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റി. കുറേ പെൺകുട്ടികൾ നമ്മളുടെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു, പക്ഷെ ഈ വാർത്ത വന്നപ്പോൾ ഇതൊരു ഞങ്ങളിതിൽ പെട്ടോ എന്ന് മനസ്സിലായി. പലരും അതിൽ നിന്ന് രക്ഷപ്പെട്ടവരുണ്ട് കേട്ടോ. അപ്പം അത് നമ്മൾ വിളിച്ചു പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ശരിക്കും പറഞ്ഞാൽ എന്നെ ഒരുപാട് പേര് കളിയാക്കുകയും അപമാനിക്കുകയും ഇൻസൾട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരുപാട് പെൺകുട്ടികൾക്ക് ഇതിൽ നിന്നൊരു രക്ഷയുണ്ടായെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആത്മസംതൃപ്തിയാണ്. പിന്നെ ആ യുവ നേതാവിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരിക്കലും അയാൾ അങ്ങനെ തകർന്നു പോകണമെന്നോ നശിക്കണമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇനി ഒരിക്കലും അയാൾ ഒരു സ്ഥലത്തും വന്ന് പ്രസംഗിക്കരുത്, ഒരു സ്റ്റേജിലും വരരുത്, അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അയാളൊരു ബെറ്റർ പേഴ്സൺ ആവണം, ഇതൊരു ലെസണായിട്ട് ആ വ്യക്തി സ്വയം തിരുത്തണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, രാഷ്ട്രീയ നേതാക്കന്മാർ യുവ നേതാക്കന്മാർ ഇങ്ങനെ ആകരുത് എന്നൊരു യുവ നേതാക്കന്മാർ മാത്രമാണോ ഇങ്ങനെ ചെയ്യുന്നവരെന്ന് തോന്നുന്നുണ്ടോ? അവരാണല്ലോ ഇനി വരുന്നവര്. അപ്പൊ അവർക്ക് ഞാനൊരു അവരെ ആയിട്ടാണ് നമുക്ക് കൂടുതൽ കമ്പനി. ഒരുപാട് അവരെ നമുക്ക് തിരുത്താൻ പറ്റില്ലല്ലോ, അതൊക്കെ കഴിഞ്ഞ കേസുകൾ. ഭയങ്കര ഫേമസ് ആയ തലമൂത്ത ആൾക്കാർ വേറെ പെട്ടിട്ടിരിക്കുകയാണ്. പലരും പറയാറുണ്ട് മറ്റു പാർട്ടികളിൽ ഇങ്ങനെയുള്ളവരില്ലേ, എന്താണ് റിനി അതിനെ കുറിച്ച് പ്രതികരിക്കാത്തത്? അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, അതെനിക്ക് നേരിട്ട് അറിയില്ല. ഞാൻ നേരിട്ട് അറിയാത്ത ഒരു കാര്യത്തിലാണ് സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ. അത് തന്നെ. എനിക്കിപ്പോ നിയമപരമായിട്ട് പോകണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. എന്തുകൊണ്ട് അങ്ങനെ പോവാതിരിക്കാനുള്ള റീസൺ, ലൈക്ക് പോയിട്ട് കാര്യമില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്കുണ്ട് ആക്ച്വലി. കാരണം പല കേസുകളിലും നീതി കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. നമ്മുടെ നിയമവ്യവസ്ഥയില് സ്ത്രീകൾക്ക് നീതി ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് പറയുമ്പോൾ നിയമത്തില് സ്ത്രീ ഇതായിട്ടാണ് നിയമങ്ങൾ നിൽക്കുന്നത്, സ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണ്. പക്ഷെ കാര്യത്തിൽ അങ്ങനെയാണ് പല കേസുകളിലും എനിക്ക് അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നിയമത്തിന്റെ വഴികൾ നോക്കുമ്പോൾ സ്ത്രീകൾക്കാണ് കൂടുതൽ മുൻതൂക്കം. പക്ഷെ കാര്യത്തിൽ അത് ഉണ്ടോ എന്നുള്ളതാണ്. പക്ഷെ അത് മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളില്ലേ നമ്മുടെ ഈ സമൂഹത്തിൽ? മിസ്യൂസ് എനിക്കറിയില്ല അതിനെ കുറിച്ച്. കാരണം എന്താന്ന് വെച്ചാൽ ഉണ്ടാവാം എന്ന് മാത്രം. പക്ഷെ മിസ്യൂസ് ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായി സമൂഹത്തിൽ ജീവിക്കാൻ തന്നെ. ടു ബി വെരി ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടോ? യെസ്, ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു ചലഞ്ച് ഫേസ് ചെയ്തിട്ടുണ്ടല്ലോ? ഇപ്പോഴും ഉണ്ട്. കാരണം നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വിഷമം ഉണ്ടായാൽ അത് നമ്മൾ അറിയാതെ പറഞ്ഞാൽ പോലും എന്തുമാത്രം നമ്മൾ അപമാനിക്കും എന്നുള്ളത് കണ്ടില്ലേ? ഇപ്പൊ എന്നെ തന്നെ എന്തെല്ലാം നെയിംസ് ഉപയോഗിക്കുന്നു. ഞാൻ ഒരാളുടെ പേര് പറഞ്ഞ അയാളെ അപമാനിച്ചിട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ നമ്മൾ സംസാരിക്കുന്ന പോലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കിങ്ങനെ ഇപ്പൊ ഞാനൊരു അധ്യാപകന്റെ കാര്യം പറഞ്ഞില്ല, അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ചൊല്ലുണ്ട്, ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇല വീണാലും കേട് ഇലക്കാണ് എന്നുള്ള ചൊല്ലാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതായത് പുരുഷന്മാര് അവരുടെ വികാരങ്ങളെ അവരും നിയന്ത്രിക്കണം, സ്ത്രീകൾ മാത്രം നിയന്ത്രിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് രണ്ടു കൂട്ടരും അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിപ്പോ ഞാനൊരു സ്ത്രീ എന്നുള്ള നിലയിൽ ഞാൻ പെൺകുട്ടികളോട് പറയും, നിങ്ങൾ വിവാഹം കഴിക്കും എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോഴേക്കും ഈ വക രീതിയിലേക്ക് പോകരുത്. അതുകൊണ്ടാണ് പലരും ചതിക്കുന്നത്. അങ്ങനെ പോകരുത്. അതുപോലെ തന്നെ പുരുഷന്മാരോടും പറയും, നിങ്ങൾ ബഹുമാനിക്കണം, ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തും ഇതുപോലുള്ള മോശമായ പ്രവൃത്തികൾ നിങ്ങളും ചെയ്യരുത്. രണ്ടു കൂട്ടരോടും നമ്മൾ പറയും.